വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടേമിനൽ എക്സാമിനേഷൻ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ഫിസിക്സാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്തോറും അത് പ്രയോഗിക്കുന്ന മർദ്ദം കൂടുന്നു. ദ്രാവക മർദ്ദം ദ്രാവകത്തിൻ്റെ സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. ദ്രാവകം താഴേക്ക് മാത്രം ബലം പ്രയോഗിക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന മേഖലകളിൽ വായുവിന് സാന്ദ്രത കുറവാണ്. ഇതിലേതാ ശരിയായ ആൻസർ? സി ആണ് ശരിയായ ആൻസർ. കാരണം ദ്രാവകം അതിൻ്റെ താഴേക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബലം പ്രയോഗിക്കുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കൊണ്ട് ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് എന്ത്? ഒരു കാന്തമണ്ഡലത്തിൻ്റെ സ്വാധീനം കൊണ്ട് ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് എന്ത്? റിറ്റൻറ്റിവിറ്റി. എന്താണ്? റിറ്റൻറ്റിവിറ്റി. മൂന്നാമത്തേത്, കാന്തിക കോമ്പസിൻ്റെ കേസ് നിർമ്മിക്കാൻ അനുയോജ്യമായത്. കാന്തിക കോമ്പസിൻ്റെ കേസ് നിർമ്മിക്കാൻ ആവശ്യമായത് എന്താണ്? അലൂമിനിയമാണ്. എന്താണ്? അലൂമിനിയം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ പിക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായ പിക്ചർ? സി ആണ്. മൂന്നാമത്തെയാണ് എന്ത്? ശരിയായ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ നോക്കൂ. എ എന്നത് ദർപ്പണത്തിൻ്റെ ഡാഷ്. എ എന്നത് ദർപ്പണത്തിൻ്റെ എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? പോളാണ് അല്ലേ? എ എന്ന് പറയുന്നത് ദർപ്പണത്തിൻ്റെ പോളാണ്. 6, ചിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നോക്കൂ. 1, എപ്പോഴും നിവർന്ന പ്രതിബിംബം ഉണ്ടാകുന്നു. ബി, നിവർന്നതും തലകീഴായതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. മൂന്നാമത്തേത് എന്താണ്? എ നിവർന്നതും തലകീഴുമായതുമായ പ്രതിബിംബങ്ങൾ രൂപീകരിക്കുന്നു. ബി, എപ്പോഴും തലകീഴായ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇതിലേതാണ് ശരിയായ ആൻസർ? മൂന്നാമത്തെയാണ് ശരിയായ ആൻസർ. എന്താണ്? നോക്കൂ, എ എന്ന് പറയുന്നത് നിവർന്നതും തലകീഴായതുമായ പ്രതിബിംബങ്ങൾ രൂപീകരിക്കുന്നു. അതാണ് ശരിയായ ആൻസർ. മൂന്നാമത്താണ് കറക്റ്റ്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രം പൂർത്തീകരിച്ച് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുക. ചിത്രം പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പൂർത്തീകരിക്കുക? നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങോട്ടേയും പോവും, ഇത് ഇങ്ങോട്ടും വരും. എന്നിട്ട് ഈ പറയുന്നതാണ് എന്തെന്ന് ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എഫ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇതാണ് എന്ത്? എഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ പൂർത്തീകരിച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഗോളത്തിൽ നിന്ന് ഒരു ദർപ്പണം നിർമ്മിക്കുന്നു. ദർപ്പണത്തിൻ്റെ വക്രത ആരം എത്ര? മൊത്തം എത്ര? AB 20 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 20/2 ആയിരിക്കും. അതായത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും, 20ൻ്റെ പകുതി ആയിരിക്കും എന്ത്? ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. ബി എന്താണെന്ന് നോക്കൂ. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫോക്കസ് ദൂരം എത്രയാണ്? ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഇതിൻ്റെ 5 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ മക്കളെ? 9th ക്വസ്റ്റ്യൻ. 10 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ഒരു കോൺകേവ് മിറർ രൂപപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഉയരം 30 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടു. ആവർത്തനം എത്ര? ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? HI/HO അല്ലേ? ഐ ഇമേജ്, O ഒബ്ജക്റ്റ് ആണ്. അപ്പം നോക്കൂ, HI എന്ന് പറയുന്നത് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ. അപ്പം -30 ആയിരിക്കണം. -30 /HO എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം അല്ലേ? അപ്പോൾ -30/10 ഇമേജിൻ്റെയാണ് -30, HOയുടെയാണ്, ഒബ്ജക്റ്റിൻ്റെയാണ് എന്ത്? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ് 10.
അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? -3 സെൻറ്റിമീറ്റർ. -3 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. ഇനി വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? വസ്തുവിൻ്റെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? എഫിനും 2Fനും ഇടയിലായിരിക്കും. എഫിനും 2Fനും ഇടയിൽ. ബിറ്റ്വീൻ ദ എഫ് ആൻഡ് 2F. എഫിനും 2Fനും ഇടയിലായിരിക്കും. പ്രതിബിംബത്തിൻ്റെ മറ്റ് 2 സവിശേഷതകൾ, പ്രതിബിംബം അതായത് ഈ ഇമേജിൻ്റെ മറ്റ് 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? ഒന്ന് എന്തായിരിക്കും? ആ പ്രതിബിംബം എന്ന് പറയുന്നത് യാഥാർത്ഥവും തലകീഴായതുമായിരിക്കും അല്ലേ? പ്രതിബിംബം യഥാർത്ഥവും റിയലും യഥാർത്ഥവും തലകീഴായതായിരിക്കും. തലകീഴായതും ആയിരിക്കും. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ 2 സവിശേഷതകൾ, ഒന്നത് റിയൽ ആയിരിക്കും, 2 ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ പ്രതിബിംബം യഥാർത്ഥവും തലകീഴും ആയതായിരിക്കും. 3. ഓക്കെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കോൺകേവ് മിറർ തുല്യ വലിപ്പമുള്ള ഒരു പ്രതിബിംബം രൂപപ്പെടുന്നത് എപ്പോഴായിരിക്കും? ആ വസ്തു 2Fലായിരിക്കുമ്പോഴാണ്. ആ വസ്തു എന്താണ്? 2Fലായിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു കോൺകേവ് മിറർ തുല്യ വലിപ്പമുള്ള ഒരു പ്രതിബിംബം രൂപപ്പെടുന്നത്. അതിൻ്റെ അതേ വലിപ്പമുള്ള ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പമുള്ള ഇമേജ് രൂപപ്പെടുന്നത് കോൺകേവ് മിററിൽ എങ്ങനെയായിരിക്കും? വസ്തു 2Fലായിരിക്കുമ്പോൾ ആയിരിക്കും. 2Fൽ ആയിരിക്കുമ്പോൾ. ഓക്കെ അല്ലേ മക്കളെ? ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള ബലരേഖകളാണ് ചിത്രത്തിൽ. ഇതാണ് ബലരേഖകൾ തന്നത്. കണ്ടിട്ടില്ലേ? തന്നിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ധ്രുവങ്ങളിലായിരിക്കും, അതായത് പോളുകളിലായിരിക്കും അല്ലേ? ധ്രുവങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? പോൾസിലാണ് ഫ്ലക്സിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് ഫ്ലക്സിൻ്റെ സാന്ദ്രത? ധ്രുവങ്ങളിലായിരിക്കും. 2ാമത്തെ, ഫ്ലക്സ് സാന്ദ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഫ്ലക്സ് സാന്ദ്രത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണത്തെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഫ്ലക്സ് സാന്ദ്രത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്ലക്സ് സാന്ദ്രത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാന്തിക ബലരേഖകളുടെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഒന്ന് എന്താണ്? ഒരു പ്രത്യേകത പറയൂ. കാന്തിക ബലരേഖകൾ ഒരിക്കലും എന്താണ്? അവർ പരസ്പരം എന്ത് ചെയ്യുന്നില്ല? അവർ ഒരിക്കലും സ്പർശിക്കുന്നില്ല. പരസ്പരം സ്പർശിക്കുന്നില്ല. 2, കാന്തത്തിന് പുറത്ത് എന്നിൽ നിന്ന് എസ്സിലേക്കാണ് ദിശ എന്ന് പറയുന്നത്. എന്നിൽ നിന്ന് കാന്തത്തിന് പുറത്താണ് കേട്ടോ. കാന്തത്തിന് പുറത്ത് എന്താണ്? എന്നിൽ നിന്ന് എസ്സിലേക്കാണ് ദിശ എന്ന് പറയുന്നത്. കാന്തത്തിന് പുറത്ത് എങ്ങനെയാണ്? കാന്തത്തിന് പുറത്ത് എന്നിൽ നിന്ന് എസ്സിലേക്കാണ് ദിശ. കാന്തത്തിന് പുറത്ത് എന്നിൽ നിന്ന് എസ്സിലേക്കാണ് അതിൻ്റെ ദിശയുള്ളത്. ഓക്കെ അല്ലേ? ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ് അല്ലേ? ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുന്ന ഒരു സന്ദർഭം എഴുതുക. അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുന്ന ഒരു സന്ദർഭം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഒരു ഇരുമ്പാണിയെ താൽക്കാലിക കാന്തമാക്കാനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കുക. അതിൻ്റെ ശക്തി എങ്ങനെ കൂട്ടാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു ഇരുമ്പാണി എങ്ങനെയാണ് താൽക്കാലിക കാന്തമാക്കുന്നത്? അതിലെന്ത് വേണം? അതിൽ കവചിത ചെമ്പുകമ്പി ചുറ്റിയിട്ട് എന്ത് ചെയ്യണം? കവചിത ചെമ്പുകമ്പി ചുറ്റി ബാറ്ററിയുമായി ബന്ധിപ്പിച്ചാൽ മതി. കവചിത ചെമ്പുകമ്പി ചുറ്റിയിട്ട് എന്ത് ചെയ്യണം? ബാറ്ററിയുമായി ഘടിപ്പിച്ചാൽ മതി. ബാറ്ററിയുമായി ബന്ധിപ്പിച്ച് വൈദ്യുതി കടത്തിവിട്ടാൽ മതി. ബാറ്ററിയുമായി ബന്ധിപ്പിച്ച് വൈദ്യുതി കടത്തിവിടുക. അപ്പോൾ കണ്ടക്റ്റൻസ് ഉള്ള ചെമ്പുകമ്പി ചുറ്റിയിട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ച് വൈദ്യുതി കടത്തി വിടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് അതിന് എന്താക്കി മാറ്റാം? ഇരുമ്പാണിയെ താൽക്കാലിക കാന്തമാക്കി മാറ്റാൻ പറ്റും. ഇനി അതിന് ശക്തി എങ്ങനെയാണ് കൂട്ടണേ? ശക്തി കൂട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ആ കമ്പിച്ചുറ്റിൻ്റെ എണ്ണം കൂട്ടുക. കമ്പിച്ചുറ്റിൻ്റെ എണ്ണം കൂട്ടുക. അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് കടത്തിവിടുക. കൂടുതൽ വൈദ്യുതി കടത്തിവിടുക. കൂടുതൽ കറണ്ട് കടത്തിവിടുക. ഓക്കെ മക്കളെ, നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുന്ന ഒരു സന്ദർഭം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് മുകളിൽ തന്നേക്കണത്. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കാണ് അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുന്ന ഒരു സന്ദർഭം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഒരു സന്ദർഭം? നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നത്. സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നത് അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുന്ന ഒരു സന്ദർഭമാണ്. സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നു. പിന്നെ പർവ്വത പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം എത്ര? <076 സെൻറ്റിമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബാറാണ്. എത്രയാണ്? ബാറാണ്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാറാണ്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ?